അസ്സലാമു അലൈക്കും. വട്ടുപത്തിരി എങ്ങനെ പൊരിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. പത്തിരി പൊരിക്കണത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പോരി, അറിയണവർ തട്ടി മാറ്റി പോവുക കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ലേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, കൊച്ചുള്ളി കേട്ടോ. ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്നാണ്ട് കറക്കിയെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പം ഞാനിതാ തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 3/4 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നങ്ങാണ്ട് കറക്കിയെടുക്കുക. അത്ര പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്, അതായത് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 ഗ്ലാസ് തികച്ചില്ല. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, ആ തേങ്ങൻ്റെ അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്നാണ്ട് തിളച്ച് വരട്ടെ. ഉപ്പുണ്ടാകുന്ന നിങ്ങൾ നോക്കണം കേട്ടോ. ആ പൊടിക്ക് വേണ്ട 2 ഗ്ലാസ് പൊടിക്ക് വേണ്ട ഉപ്പ് അതിലുണ്ടോയെന്ന് നോക്കണം. ഇത് ഞാൻ ലേശം റവയും മൈദയും അരിപ്പൊടിയും ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 3ഉം കൂടി 2 കറക്റ്റാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പൊടിയും ഇട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലേക്കും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അരിപ്പൊടി ആണെങ്കിൽ ഒന്ന് ലേശം ഒരു ഒരം വരും. ഈ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. ഈ നല്ല ഒന്നങ്ങാണ്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. ഇനി ഇത് വെള്ളമൊക്കെ ഒലർന്നതെന്ന് കണ്ടാൽ ലേശം എള്ളോ കരിഞ്ചീരോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. ഞാനിതാ ഉണ്ടാക്കുന്ന സമയത്ത് ആ വെള്ളത്തേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ലേശം ഇപ്പോൾ ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല ഒന്നങ്ങാണ്ട് കുഴച്ചെടുക്കണം. ഇനി ഒരു പല എടുത്തിട്ട് നമ്മൾ പത്തിരി പരത്താൻ വേണ്ടിയിട്ടാണ് ലേശം പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിപ്പൊടിനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വലിയതായതുകൊണ്ട് ഞാനിത് 2 പീസാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പാകത്തിനുള്ള കട്ടി, നല്ല കട്ടി വേണ്ട ഒരു കട്ടി ഉണ്ടാവും. പക്ഷെ ഞാനും വല്ലാതെ കട്ടി എടുത്തിട്ടില്ല കേട്ടോ. സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്, അധികം പണിയൊന്നുമില്ല. ഇതട്ടോ ഇതേപോലെ നല്ല ഒന്നങ്ങാണ്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് അളവ് തന്നെ പരത്തിയെടുക്കണേ. പല കട്ടി ആയിപ്പോവും, അതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ എല്ലാ ഭാഗം ഒരേ അളവിൽ പരത്തിയെടുക്കണം കേട്ടോ.
വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണേ. ഇനി ഇതൊരു ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ വട്ടാക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമുക്ക് വലിയ വട്ടം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വലിയ വലിയ പാത്രങ്ങൾ എടുത്തിട്ട് വട്ടാക്കി എടുക്കാം. ഞാനിതാ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വട്ട കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞാൻ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയ വട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വലിയതാണെന്നുണ്ടെങ്കിൽ വലിയ വട്ടത്തിൽ കിട്ടും കേട്ടോ. ഇനി ബാലൻസ് വന്നതും ഇതേപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഒക്കെ ഒരേ കറക്റ്റ് അളവ് തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. കട്ടിയൊക്കെ ഒരേ അളവ് തന്നെ ആയിരിക്കണം. ഇനി ഇതും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. നമുക്ക് ചായക്കടിക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. കറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കറി വേണമെന്നില്ല, കറി ഇല്ലാതെ തിന്നാനൊക്കെ നല്ല അടിപൊളി സാധനം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ തിന്നാനായിട്ട്. ജീരകവും ഒക്കെ, ഉള്ളിയും ജീരകമൊക്കെ ഇട്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് തിന്നാനായിട്ട്. ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ ചിലതിങ്ങനെ ഗ്ലാസ്സിനുള്ളിൽ തന്നെ പോരും, ചിലത് അവിടെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ എളുപ്പമാണ്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഒരു പാന് ചൂടായി നല്ല ചൂടാവണം കേട്ടോ. ഇത് ലേശം ചൂട് കുറവാണ്. നല്ല ചൂട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നല്ല എണ്ണ കുടിക്കും കേട്ടോ. നല്ല ചൂടായതിനു ശേഷം മാത്രം പിന്നെ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊരിച്ചെടുക്കുകയാണ്. ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ എല്ലാതും നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. ടൈം ഉണ്ടാവും കേട്ടോ. ടൈം വെച്ചിട്ട് നല്ല ടൈം ഉണ്ടാവും. കുറച്ചൊക്കെ ഒരു ടൈം ഉണ്ട് ഇത് പൊരിയാൻ. ഉള്ളൊക്കെ വെന്ത് കിട്ടട്ടെ. ഇതാ നമ്മുടെ സോഫ്റ്റ് വട്ടുപത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ, ഒരാൾ വന്നാലും തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണിത് കേട്ടോ. കറീൻ്റെ കൂടെയും തിന്നാം, അല്ലാതെയും തിന്നാം. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, സോഡ ഒന്നും കൂട്ടണില്ല. അതുകൊണ്ട് നല്ല ഒരു ഇതും കൂട്ടാത്തതുകൊണ്ട് നല്ല ടേസ്റ്റി ഉണ്ട്. ഉള്ളിയും ചീരകം അരച്ചതുകൊണ്ടൊക്കെ നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ കറീൻ്റെ കൂടെ ഒക്കെ നമ്മൾ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.